ശരിക്കും ഈ കപ്പിനകത്ത് നമ്മൾ ടീ ബാഗ് പോലെ തന്നെ ഒരു സംഭവം വെച്ചത് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കത് താഴോട്ട് പോകില്ല. അവിടെ ഇതിനകത്ത് തന്നെ അത് ഫിക്സ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്. പക്ഷേ ശരിക്കും ഇതാണ് ബ്ലേഡ് അല്ലേ? ബ്ലേഡ് ഡൈ മാറ്റി ചെയ്യാൻ പറ്റും. ഇതിന് ഷേപ്പ് മാറ്റാം. 8 ഇഞ്ചിന്റെ 6 ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്. ഇത് സ്ക്വയർ ആക്കാം, റൗണ്ട് ആക്കാം, ഓവൽ ആക്കാം, ഏത് ഷേപ്പ് വേണമെങ്കിൽ ഡൈ ഉണ്ടാക്കാം. മതി, ഓണാക്കാം, കളിക്കാം. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ പ്ലേറ്റ് ആക്കി മാറ്റണം. വാഴയല്ല, ഈ പേപ്പറിനെ. പ്രോസസ്സിങ് നടന്നിട്ട് പൊടി ഇതിലൂടെ കയറി ഇതിലൂടെ വന്ന് ഡൈ അടിച്ച് ഇതിലൂടെ പൊടി. ചെറിയ സിമ്പിൾ പ്രോസസ്. ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ ഉള്ളത് പാലക്കാട് ആലത്തൂർ GSA എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നത് കണ്ടു. ഇനി കാണാൻ പോകുന്നത് പേപ്പർ പ്ലേറ്റും അതുപോലെ പേപ്പർ കപ്പുമാണ്. ഈ ചുരുട്ടി വെച്ചിട്ടുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഇതെല്ലാം പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ്. പക്ഷേ ഇതാണ് പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അബൂ സാഹിർ ചേട്ടൻ കൂടെയുണ്ട്. നമ്മൾ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞതായിട്ട് അല്ലേ? ഇത് പേപ്പർ പ്ലേറ്റിന്റെ മെഷീനാണ്. ഇത് സാധാരണ ഹൈഡ്രോളിക് മെഷീനാണ്. ഇതിൽ പേപ്പർ പ്ലേറ്റ്, പാള പ്ലേറ്റ് പ്ലസ് അതിന്റെ പേപ്പർ കപ്പ് പ്ലസ് അതിന്റെ കൂടെ ചെരുപ്പ് കൂടി നിർമ്മിക്കാൻ പറ്റും. ചെയ്യുന്നത് കണ്ടാലോ? യെസ്, ഷുവറായിട്ട് അതിന്റെ പ്രോസസ്സിംഗ് കാണിച്ചു തരാം. അപ്പോൾ പേപ്പർ പ്ലേറ്റിന് നമുക്ക് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിംഗ്, പ്ലാസ്റ്റിക് അല്ലാത്ത പേപ്പറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മാറ്റ് ഫിനിഷിംഗ് ഉള്ള കോട്ടിംഗ് ഇല്ലാത്ത ഇപ്പോൾ പേപ്പർ അവൈലബിൾ ഉണ്ട്. ആദ്യം ഞാൻ ഇതിനെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റേജ് പേപ്പർ ഇതിലോട്ട് കയറ്റി വെച്ചു. യെസ്, ഇനി കട്ടായിട്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പം കട്ടായോ? ഇതവിടെ വന്നു കഴിഞ്ഞു. ശരി, ഇതുപോലെ പ്രഷർ കൂട്ടണം. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ശരിക്കും ഇതാണ് ബ്ലേഡ് അല്ലേ? ഡൈ മാറ്റി ചെയ്യാൻ പറ്റും. ഇതിന് ഷേപ്പ് മാറ്റാം. 8 ഇഞ്ചിന്റെ 6 ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്. നമ്മളിപ്പോൾ എടുക്കുന്ന 8 ഇഞ്ചിൻ്റെ. അപ്പോൾ ഓരോ ഡൈക്കും നമ്മൾ ഓരോ സൈസ് കട്ട് ചെയ്ത് ഇതുപോലെ ഷേപ്പാക്കി വെക്കാം. നല്ല ഷാർപ്പാണ്. 1 വർഷക്കാലം ഗ്യാരണ്ടി വാറണ്ടി സർവീസ് ഇതിലുണ്ട്. തുരുമ്പ് പിടിക്കില്ല. അത്രയും ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഡൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഈ സൈസ് ഷേപ്പിലുള്ള ഷേപ്പാക്കിയത്. അപ്പോൾ എപ്പോൾ വെക്കുമ്പോൾ ഒരു 10 പീസ് 15 പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇതുപോലെ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വരും. വേസ്റ്റേജ് ഇല്ലാതെ കട്ട് ചെയ്തെടുക്കലാണ് ഇതിന്റെ മെയിൻ. ഇത് സ്ക്വയർ ആക്കാം, റൗണ്ട് ആക്കാം, ഓവൽ ആക്കാം, ഏത് ഷേപ്പ് വേണമെങ്കിൽ ഡൈ ഉണ്ടാക്കാം. പേപ്പർ പ്ലേറ്റിനായിട്ട് നമ്മൾ ആദ്യം പേപ്പർ കട്ട് ചെയ്യുന്നത് കണ്ടു. ഇനി നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് പ്ലേറ്റിൻ്റെ കൂടെ അവർ വാഴയില റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ വാഴയാണ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഡൈ കറക്റ്റായിട്ട് ഇതിൻ്റെ സ്പേസ് കറക്റ്റ് ചെയ്ത് വെച്ചു. അടിയിൽ നല്ല തിക്നെസ് പേപ്പർ വെക്കണം, കാരണം പ്രഷർ കിട്ടാൻ. കട്ടായിട്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. നമ്മൾ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴേ പ്ലേറ്റിൻ്റെ ഒക്കെ സെൻറ്ററിൽ വയ്ക്കില്ലേ, അതുപോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇല കട്ടായി കിട്ടിയിട്ടുണ്ട്. ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. ഏത് ഷേപ്പും ചെയ്യാം. സ്ക്വയർ, റൗണ്ട്, ഓവൽ ഷേപ്പ്, നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ ഡൈ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. ഓണാക്കാം, കളിക്കാം. നമ്മൾ ഈ ഡൈനെ അങ്ങ് നമ്മൾ എടുത്ത് മാറ്റി പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഇതാ 3 ഇലയും കറക്റ്റ് ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. ഇത് ഏത് സൈസ് വേണോ ആ സൈസിൽ നമുക്കിതിൽ ഡൈ ഉണ്ടാക്കി മാറ്റി വെച്ചാൽ മതി. കട്ട് ചെയ്ത് മാനുവലി. ഇത് സിംഗിൾ അല്ല, ഒരു 50 ഷീറ്റ് 100 ഷീറ്റ് വെച്ചിട്ട് വേണം അത് കട്ട് ചെയ്യാം. ഈ ബ്ലേഡിലാണ് അത് വന്നത്. 8 ഇഞ്ചിൻ്റെ 6, 8, 10 ഒക്കെ ചെയ്യാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് പേപ്പർ കട്ടിങ്. അപ്പോൾ അതെ റൗണ്ട് ഷേപ്പിൽ വാഴ കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ പേപ്പറും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ പ്ലേറ്റ് ആക്കി മാറ്റണം. വാഴയല്ല, ഈ പേപ്പറിനെ. നമ്മൾ പേപ്പറിനെ നമ്മൾ ഇതുപോലെ പേപ്പർ കട്ട് ചെയ്ത ഷീറ്റിനെ നമുക്ക് യഥേഷ്ടം ഡൈ മാറ്റാം. അപ്പോൾ ഡൈകൾ ഇതുപോലെ ഓരോ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ 8 ഇഞ്ചിൻ്റെ ഡൈ ആണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷേപ്പ് മേലെ കയറി. ഇനി ഈ നമുക്ക് ആവശ്യമുള്ള പേപ്പറുകൾ 10, 20, 30 ഇതുപോലെ ഷേപ്പാക്കിയതിന് ശേഷം ഇതിലോട്ട് കറക്റ്റ് ഷേപ്പാക്കി കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് തള്ളി വെക്കാം. പേപ്പർ പ്ലേറ്റിന്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. നമുക്കിത് തട്ടടിയിലൊക്കെ കൊടുക്കാം. ഈ പറഞ്ഞ മുളക് ബജി, തട്ടുകട ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്ന വൈറ്റ് റൗണ്ട് സാധനമാണ് നമ്മളിങ്ങനെ പ്ലേറ്റ് ആക്കി മാറ്റിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ നമ്മൾ സൈഡ് കാണുന്ന ഒരു ചെറിയൊരു മാർക്കിങ്ങും അതൊക്കെയാണ് ഈ ഒരു ബ്ലേഡ് കൊണ്ട് വരുന്നത്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ സൈഡൊക്കെ എഡ്ജൊക്കെ ഭയങ്കര ബ്ലേഡ് പോലെ നല്ല ഷാർപ്പാണ്. അപ്പോൾ അതാണ് ഇതിനൊന്ന് കംപ്രസ് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ ആക്കി മാറണം.
അപ്പോൾ അതേ നമ്മൾ ഒരു ചെറിയ ഡിസൈനുള്ളൊരു റൗണ്ടിലുള്ള ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പേപ്പർ വെച്ചിട്ടാണ് ഇനി നമ്മൾ പ്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കല്യാണത്തിന് വല്ല കേക്കും സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഡിസൈനുള്ള സാധനം. അപ്പോൾ നമ്മളത് ഇതിനെയാണ് നമ്മളിത് ഇങ്ങനെ ഷേപ്പാക്കി മാറ്റിയത്. പേപ്പറിന് നമ്മൾ ഇതുപോലെ ഡൈ ഒക്കെ ഉപയോഗിച്ച് പ്ലേറ്റാക്കി മാറ്റി. ഞാനിനി ആദ്യം കട്ട് ചെയ്തത് നമ്മുടെ ഈ വാഴയുടെ ഇല ഉണ്ടല്ലോ, ഇത് അതിനകത്ത് നിന്നിട്ട് നോക്കട്ടെ, പരീക്ഷണം നോക്കട്ടെ. എന്താണ് എനിക്കിത് പ്ലേറ്റാക്കി മാറ്റണം. ചേട്ടൻ നിട്ട് കാണിച്ചത് നോക്കട്ടെ, നോക്കട്ടെ. ഇതൊന്ന് അടിയിൽ വെച്ചേക്കല്ലേ? ഒന്ന് വെച്ചോ. ഈ ഇല വേണ്ട, നമുക്ക് ഈ ഇല ഉപയോഗിക്കാം. ഒന്നായിരിക്കട്ടെ, രണ്ടെണ്ണം ഇരിക്കട്ടെ. അടിപൊളി ഷേപ്പായി വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ വെച്ചാൽ പേപ്പർ പ്ലേറ്റോട് കാണിച്ചു കൊടുക്കും. അങ്ങനെ തന്നെ കൊടുക്കും. ഇലയും ഒരു പ്ലേറ്റിന്റെ ഷേപ്പായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ ഇതിനകത്ത് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. നാടൻ ഒരു ഹോട്ടലുകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ, വെജിറ്റേറിയൻ ഹോട്ടലുകൾക്ക് പറ്റിയ പേപ്പർ പകരം ഇലയായിട്ട് ഉപയോഗിക്കാം. എക്കോ ഫ്രണ്ട്ലി ആണ്, യൂസ്ഫുൾ ആയിരിക്കും. അതിനും നമുക്കിത് ഉപകരിക്കാം. ഈ കാണുന്ന ഡൈ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഈ ഷേപ്പിൽ നമ്മൾ പേപ്പർ പ്ലേറ്റ് റെഡിയാക്കി എടുത്തത്. അതുമാത്രമല്ല അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് തന്നെ നമ്മുടെ കപ്പ് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ പ്ലേറ്റാണിത്. വളരെ നല്ല രസമുള്ള സാധനം, ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. അതെ, വളരെ സോഫ്റ്റ് ആണ്. ഇത് വളരെ തിൻ പേപ്പറാണ്. അതെ, നമുക്ക് ഊതിയാലൊക്കെ പറഞ്ഞു പോകുന്നത് അത്രേ ഉള്ളൂ. പാനിപ്പൂരിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റാണിത്. പേപ്പർ മെറ്റീരിയൽ തന്നെ ഇറങ്ങിയ പേപ്പർ പ്ലേറ്റുകളാണ്. ഇത് ഭൂമിയിൽ നശിക്കും. 100% കോട്ടിംഗ് ഇല്ലാത്ത പേപ്പറാണുള്ളത്, എക്കോ ഫ്രണ്ട്ലി. ഇത്തരത്തിലുള്ള പേപ്പർ പ്ലേറ്റുകൾ ഇതിൽ നിർമ്മിക്കാം. ഡൈ മാത്രമേ മാറ്റേണ്ടുള്ളൂ. നമുക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, ഫുഡൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ വെക്കുന്ന അതിൻ്റെ പീസുകളാണ്. ഈ ഡൈ കട്ടിംഗ് ഒക്കെ ഇതിൽ ഷേപ്പ് നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ഡൈ മെഷീനിൽ ചെയ്താണ്, ഓവൽ ഷേപ്പിൽ. അപ്പോൾ ഇത്തരം ഓവൽ ഷേപ്പ് അടുക്കി വെച്ചിട്ട് കട്ട് ചെയ്താൽ ഇതുപോലെ ഷേപ്പായിട്ട് വരും. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡഡ് നെയിമുകൾ പ്ലേറ്റിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പേപ്പറിൽ പ്രിന്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതായിരിക്കും. ഇപ്പോൾ കണ്ട മെഷീൻ കണ്ടിട്ടുണ്ടാവും. സാധാരണ ഹോംലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ മെഷീനാണ്. വലിയ കറണ്ട് ചാർജോ വലിയൊരു സ്പേസോ ആവശ്യമില്ല. ഒരു 100 സ്ക്വയർ ഫീറ്റ് 50 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ തന്നെ എവിടെയെങ്കിലും സൈഡിൽ വെക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പപ്സ് കേക്കിൻ്റെയോ അതുപോലെ നമ്മുടെ ഫുഡ് കണ്ടെയ്നറിൻ്റെയോ അതുപോലെ പേപ്പർ പ്ലേറ്റിൻ്റെയോ കാറ്ററിംഗ് സർവീസുകൾക്ക് ഇതുപോലെ ഇരുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. 100% എക്കോ ഫ്രണ്ട്ലി ആണ്. സിംഗിൾ യൂണിറ്റിൽ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ലൈസൻസ് പോലും ആവശ്യമില്ല. അപ്പോൾ അതെ, ഇതാണ് ഡൈ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പേപ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ പല പല ഷേപ്പിലുള്ള പേപ്പർ പ്ലേറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ആ ടൈപ്പ് ഷേപ്പിലുള്ള ഡൈ നമ്മൾ വാങ്ങിച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അതുമാത്രമല്ല, ഇവിടെ പല പല ഷേപ്പിലുള്ള പാള പ്ലേറ്റുകൾ അവൈലബിൾ ആണ്. ഇത് സ്ക്വയർ ആണ്, ഇതിൻ്റെ താഴത്ത് സർക്കിൾ ഉണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഭയങ്കര നാച്ചുറൽ ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. നമുക്ക് യൂസ് ആൻഡ് ത്രോ ആണ്. പ്ലാസ്റ്റിക് പോലെ നമുക്കൊരു മലിനീകരണം ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇവിടെ പേപ്പർ പ്ലേറ്റ് മാത്രമല്ല, അതെ എൻ്റെ ഒരുപാട് പേപ്പർ കപ്പും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ RRR സിനിമയുടെ പോസ്റ്ററുള്ള പേപ്പർ കപ്പാണ്. അപ്പോൾ ചേട്ടാ, നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? യെസ്, ഇതേ മെഷീൻ ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഓട്ടോമാറ്റിക്. അതാണ് മാനുവലായിട്ട് നമ്മൾ ചെയ്താൽ എത്ര കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ വൈഡായിട്ട് ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ചെയ്തു വരുന്നുണ്ട്. മാത്രമല്ല, അതിനകത്ത് വേറൊരു സ്പെഷ്യാലിറ്റി എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ചായ കുടിക്കുന്ന ഗ്ലാസ് ആണ്. അപ്പോൾ ഈ പിക്ചറല്ല എൻ്റെ പ്രത്യേകത. ഇതിനകത്ത് ഓൾറെഡി ചായപ്പൊടി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതേ സൗണ്ട് കേൾക്കാം. നമ്മൾ ഈ കാണുന്നത് ചായപ്പൊടിയാണ്. അപ്പോൾ ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ പാലൊഴിക്കുക, പിന്നെ കുറച്ച് പഞ്ചസാര ഇടുക, കുടിക്കുക. ഇതിൽ അതിൻ്റെ കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാറ്റലോഗ് വരെ. ഇവിടെ വന്നപ്പോൾ ആദ്യം എൻ്റെ കണ്ണിൽ പെട്ടൊരു സാധനമാണിത്. ഇത് ശരിക്കും എന്താ ചേട്ടാ ഇതിൻ്റെ? ഇത് നമുക്ക് ഇതേപോലെ ഒരു പുതിയ വെറൈറ്റി ചെരുപ്പ് നിർമ്മാണം. സാധാരണ ചെരുപ്പ് നിർമ്മാണം വലിയ മിഷനറി വേണം, വലിയ യൂണിറ്റ് വേണം എന്നൊക്കെ കണ്ടുപിടിച്ചവിടെ നമ്മളൊരു ചെറിയൊരു യൂണിറ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലൊരു ഡൈ ഉണ്ടാക്കിയിട്ട്, ഇത് ബ്ലേഡാണ് കംപ്ലീറ്റ്. ഇതിൽ നമുക്ക് റബ്ബറൈസ്ഡ് ബാഗുള്ള ചപ്പൽസ് ഉണ്ടല്ലോ, ആ ചപ്പൽ ചെയ്യാൻ പറ്റിയ 6 ഇഞ്ച് 7 ഇഞ്ച് 8 ഇഞ്ച് അതുപോലെ 5, 4 ടൈപ്പ് ഓഫ് കുട്ടികൾക്ക് പറ്റിയതും ലേഡീസിന് പറ്റിയതും ജെൻസിന് പറ്റിയ ചെരുപ്പുകൾ നമുക്കിതിൽ നിർമ്മിക്കാം. ഇതും ഈ ഒരു മെഷീനെ കൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഇനി വേറെ കാര്യം ചെയ്യട്ടെ, നമ്മളതിന്റെ തൊട്ട് മുന്നായിട്ട് അരി പൊടിക്കുന്ന പോലത്തെ ഒരു മെഷീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതെന്താന്ന് കൂടെ കണ്ടു നോക്കാം. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ മാത്രമല്ല, നമ്മൾ ഈ നിൽക്കുന്നത് കർപ്പൂരം ഉണ്ടാക്കുന്ന മെഷീൻ്റെ മുന്നിലാണ്. അപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് പ്രോസസ്സ് ഒന്ന് പറഞ്ഞു തരുമോ? നമുക്ക് മാർക്കറ്റിൽ ഇതുപോലെ കർപ്പൂര പൊടി കിട്ടും. സാധാരണ നമുക്ക് ഇതുപോലെ പൊടിച്ചിട്ടാണ് കിട്ടുക. ആ പൊടിച്ച് കിട്ടിയതിനെ നമ്മൾ ഇതിലോട്ട് കറക്റ്റായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. കറക്റ്റായിട്ട് ഇതിലോട്ട് കൊട്ടി ആവശ്യാനുസരണം 1 കിലോ 2 കിലോ നമുക്ക് ആവശ്യാനുസരണം കൊട്ടാം. പ്രോസസ്സിങ് നടന്നിട്ട് പൊടി ഇതിലൂടെ വന്ന് ഡൈ അടിച്ച് ഇതിലോട്ട് പൊടി. ചെറിയ സിമ്പിൾ പ്രോസസ്സ്.
അപ്പോൾ നമുക്കത് ഓവൽ ഷേപ്പിലുള്ള കർപ്പൂരമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് പല ഷേപ്പിൽ നമുക്ക് ബോക്സ് ആണെങ്കിൽ ബോക്സ്, സർക്കിളാണെങ്കിൽ സർക്കിൾ ഷേപ്പിലുള്ള കർപ്പൂരം നമുക്കിവിടെ മേക്ക് ചെയ്തെടുക്കാം, സ്ക്വയർ ഷേപ്പ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ചേച്ചിമാർക്കൊക്കെ നമുക്കൊരു ചെറിയൊരു സംരംഭം പോലെ തുടങ്ങാൻ പറ്റുന്നൊരു സാധനമാണ് ഈ കർപ്പൂരം മേക്ക് ചെയ്യുന്ന മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കർപ്പൂരമൊക്കെ മേക്ക് ചെയ്ത് അടുത്തുള്ള ഷോപ്പിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ട് കൊടുക്കാം, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആക്കിയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇത് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. 100% ഇതുപോലത്തെ ഒരു മിഷൻ സാധാരണ വീട്ടിലിരുന്നുകൊണ്ട് പ്രൊഡക്ഷൻ ചെയ്ത് അതിനെ സെയിൽ ചെയ്ത് മാർക്കറ്റ് ചെയ്ത് എല്ലാ ഹെൽപ്പും നമ്മൾ സപ്പോർട്ട് ചെയ്യും. ശരി, യൂണിറ്റ് ആയിട്ട്. അപ്പോൾ കാണുന്ന നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീനാണെങ്കിലും ഈ മെഷീനാണെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരും അല്ലേ? എൻ്റെ ക്ലാസ്സും കൊടുക്കും. 100% ക്ലാസ് കൊടുക്കാനില്ലല്ലോ, പൊടിയിടുക. ഏത് ആൾക്കും സിമ്പിളായിട്ട് ഇത് നിർമ്മിക്കാൻ പറ്റും. പാക്കറ്റ് ചെയ്ത് എണ്ണം വെച്ച് നമുക്ക് കടകൾ കൊടുക്കാം. ഇനി ഇതിലിപ്പോൾ പഠിപ്പിച്ചത് കർപ്പൂരം മാത്രമാണ്, പക്ഷേ ഇതിൽ തന്നെ കളഭം അറിയാലോ, നമുക്ക് തൊടാനുള്ള കളഭം വരെ ഇതിൽ ഇതേ മെത്തേഡ് തന്നെയാണ്. പൊടി മാത്രമേ മാറ്റേണ്ടുള്ളൂ. ചന്ദനത്തിൻ്റെ പൊടി എടുക്കുക, മിക്സ് ചെയ്യുക, പാറ്റാഗുളിക്ക് നമുക്ക് ഇതുപോലെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഈ ഒരു മെഷീനെ കൊണ്ട് ചെയ്യാം. അപ്പോൾ 3 പ്രോഡക്റ്റ് നമുക്ക് ചെറുകിട ബിസിനസ്സായി വീട്ടിൽ തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്നത് കണ്ടു, അതുപോലെ കർപ്പൂരം ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. ഓണാക്കിയോ?